ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഓണപരീക്ഷയുടെ മോഡൽ ചോദ്യം പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതായത് ഇൻ്റഗ്രേഷൻ 2ാം ദിവസത്തിന്റെ ചോദ്യപേപ്പർ, 1ാം ദിവസത്തിന്റെ ചോദ്യപേപ്പർ, അതായത് ഉദ്ഗ്രഥനം. മലയാളം മീഡിയം കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനമാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ 2ാം ദിവസത്തെ ചോദ്യപേപ്പർ, 1ാം ദിവസത്തെ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. ഫുൾ 5 പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ 1ാം ദിവസത്തെ ചോദ്യപേപ്പറിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2ാം ദിവസം, ഇൻ്റഗ്രേഷൻ 2ാം ദിവസം വരാൻ സാധ്യത ചോദ്യങ്ങൾ, അതായത് 2ാം ദിവസം ഇല്ല, ഇൻ്റഗ്രേഷൻ എക്സാമിന് അല്ലെങ്കിൽ ഉദ്ഗ്രഥനം നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ 2ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം 5 പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ ഒന്നാം ദിവസത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. 6ാം പ്രവർത്തനം തൊട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രവർത്തനം 6, കടങ്കഥ. എന്താണ്? കടങ്കഥയാണ് അല്ലേ. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം എഴുതി യോജിപ്പിക്കുക. അതായത് ഓരോ ചിത്രത്തിന് താഴെയും ആ ചിത്രത്തിന്റെ പേര് എഴുതാനുണ്ട്. അതിനുശേഷം കടങ്കഥ വായിച്ചിട്ട് കറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യണം? വരച്ച് യോജിപ്പിക്കുക. ഒന്നാമത്തെ കടങ്കഥ, ആകാശത്ത് ഒരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. ആരാണ്? മഴ. ഓക്കെ, അടുത്തത്, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ചീര. നെക്സ്റ്റ്, അടിപ്പാറ, നടുവഴി, മേലേക്കുട. ആരാണെന്ന് അറിയില്ലേ? ആരാണ്? ചേന. അടുത്തത്, 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. എന്താ ഉത്തരം? വാഴക്കുല അല്ലെ. അപ്പൊ ഇതുപോലെ കടങ്കഥയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ കടങ്കഥ റിലേറ്റ് ചെയ്ത് നമ്മുടെ പാഠഭാഗം ഉണ്ട് അല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും കടങ്കഥ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത്, മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതുക. മഞ്ഞളായിരുന്നു ഉത്തരമായി വരേണ്ടത്. ഒരു കടങ്കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കടങ്കഥ എഴുതാം, അല്ലെങ്കിൽ ഉണ്ടാക്കി എഴുതുകയാണെങ്കിൽ ഉണ്ടാക്കി എഴുതാം കേട്ടോ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് മണ്ണിനുള്ളിലെ സ്വർണം ആരും കാണാതെ ഒളിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത്, 7ാമത്തെ പ്രവർത്തനം, ക്രമപ്പെടുത്താം. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. എന്ന് വെച്ചാൽ ആദ്യം ഏത്, രണ്ടാമത് ഏത് എന്ന രീതിയിൽ വേണം. ചിത്രം ഓർഡറിലല്ല, ചിത്രം ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സെന്റൻസ് ആക്കിയിട്ട് എന്താണ് ഒരു ചിത്രം കാണുന്നത് എന്നുള്ളത് ഓർഡറിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഒന്നാമത് എന്താണ്? ഇവിടെ നെൽകൃഷിയാണ് അല്ലേ. ഒന്നാമത് എന്താ? നിലമൊരുക്കൽ. ചിത്രത്തിൽ കാണില്ലേ നിലമൊരുക്കൽ? ഏതാ ഈ ചിത്രത്തിൽ? കാളിയും കൊണ്ട് പോന്ന് കണ്ടോ? ഇത് നിലമൊരുക്കൽ. രണ്ടാമത്തെ, വിത്ത് വിതയ്ക്കൽ. എന്താണ് വിത്ത് വിതയ്ക്കൽ? അടുത്തത്, ഞാറ് നടീൽ. എവിടെ ഞാറ് നടീൽ? കാണില്ലേ? ഇതാ ഞാറ് നടീൽ. 4ാമത്തെ, നെല്ല് കൊയ്യൽ. നെല്ലായിട്ട് അത് കൊയ്തെടുക്കണം. 5ാമത്, നെല്ല് വേർതിരിക്കലാണ്. ഇതാണ് നെല്ല് വേർതിരിക്കൽ കേട്ടോ, നെല്ല് വേർതിരിക്കല്. അടുത്തത് പ്രവർത്തനം 8ാമത്തെ, പ്രാധാന്യം അറിയാമെന്നാണ്. വരച്ചു യോജിപ്പിക്കുന്നതാണ്. ചോദ്യം വരച്ചു യോജിപ്പിക്കുക. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. അതായത് ഓരോ ദിവസവും നമുക്കറിയില്ലേ, ഓഗസ്റ്റ് 15 എന്താ, ഏത് ദിവസം? ഒക്ടോബർ 2 ഏത് ദിവസമാണ്? ജനുവരി 26 പ്രാധാന്യം എന്താന്നൊക്കെ അറിയാലോ. കാരണം എന്താ, ഈ എല്ലാ ദിവസങ്ങൾക്കും നമ്മൾ സ്കൂൾ അവധിയായിരിക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ കൂട്ടർക്കും തീർച്ചയായിട്ടും അറിയുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പൊ ഓഗസ്റ്റ് 15 എന്താണ്? അത് എല്ലാവർക്കും അറിയണതല്ലേ, സ്വാതന്ത്ര്യ ദിനം. ഒക്ടോബർ 2 എന്താ? ഗാന്ധി ജയന്തി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ജനുവരി 30 എന്താ? രക്തസാക്ഷി ദിനം അല്ലെ, രക്തസാക്ഷി ദിനം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അടുത്ത ബി ചോദ്യം, ചിത്രത്തിൽ ആര്? താഴെ കൊടുത്ത ചിത്രം നോക്കൂ, ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതുക. അപ്പൊ ചിത്രത്തിൽ കാണുന്നത് ചിലപ്പോൾ ചോദ്യപേപ്പർ അത്ര വ്യക്തമാവുന്നില്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് ആരാന്ന് പറയാം. ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. നമുക്ക് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികളെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാ നെഹ്റു അല്ലെങ്കിൽ ചാച്ചാജി എന്ന് വിളിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 കുട്ടികളുടെ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി മറ്റു നേതാക്കളോടൊപ്പം അദ്ദേഹം വളരെ പരിശ്രമിച്ചു. നെഹ്റു എപ്പോഴും വെള്ളത്തൊപ്പിയും കോട്ടും മുകളിൽ ഒരു റോസാപ്പൂവും ധരിക്കുമായിരുന്നു. എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് ശക്തമായ ഒരു രാഷ്ട്രം നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അടുത്ത പ്രവർത്തനം 9, പോസ്റ്റർ തയ്യാറാക്കാം. ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കുക. എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? എന്താ കാണുന്നത്? മലിനീകരണമാണ് അല്ലേ. അതായത് വേസ്റ്റ്, മാലിന്യങ്ങളൊക്കെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. അതിനിടയിൽ മൃഗങ്ങൾ, പക്ഷികളൊക്കെ അതൊക്കെ കഴിക്കുന്നു. അതൊക്കെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു പോസ്റ്റർ വാക്യം എന്ത് എഴുതാം? ഇവിടെ മാലിന്യം ഇടരുത്, മാലിന്യത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കാം. ഓക്കെ, അടുത്തത്, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്നത് എന്ത് മലിനീകരണമാണ്? മണ്ണ് മലിനീകരണമാണ് അല്ലെ. മണ്ണ് മലിനീകരണം
ആണ്. അടുത്ത ജലസ്രോതസ്സുകൾ, അതായത് വെള്ളം മലിനീകരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്ററാണ് തയ്യാറാക്കുക. ബി ചോദ്യം എന്താണ് ജലസ്രോതസ്സുകൾ മലിനമാക്കാതെ സംരക്ഷിക്കുക. പോസ്റ്റർ ചിത്രം ചെയ്യാട്ടോ. പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ പോസ്റ്റർ ചെയ്യുന്നത് ജലമില്ലെങ്കിൽ നാമില്ല, ജലം അമൂല്യമാണ്, ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ സംരക്ഷിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്വം. അടുത്ത 10ാമത്തെ ചോദ്യം താഴെ കൊടുത്ത ഉപകരണങ്ങൾ പരീക്ഷിക്കുക.